ഹനുമാൻ ക്ഷേത്രങ്ങളിൽ വിഗ്രഹത്തിന് സിന്ദൂരം ചാർത്തുന്നതിന്റെ ഐതിഹ്യം അറിയാമോ? രാമായണ കാലത്ത് രാജ്യസഭയിലേക്ക് പോവാൻ വേണ്ടി ഒരു ദിവസം സീതാദേവി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സീതാദേവിയെ കൂട്ടിക്കൊണ്ടുപോവാൻ ശ്രീരാമ ഭക്തനും ദാസനുമായ ഹനുമാൻ സീതാദേവിയുടെ അടുത്തെത്തി. അപ്പോൾ സീതാദേവി തന്റെ നെറ്റിയിൽ സിന്ദൂരം തൊട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ ഹനുമാൻ തന്റെ കൈകൾ കുപ്പിക്കൊണ്ട് സീതാമാതാവിനോട് എന്തിനാണ് എന്നും അവിടുന്ന് നെറ്റിയിൽ സിന്ദൂരം തൊടുന്നത് എന്നൊരു സംശയം ചോദിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് ഇത് തന്റെ പ്രിയതമനായ ശ്രീരാമദേവനോടുള്ള സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും അടയാളമാണെന്ന് സീതാദേവി മറുപടി പറഞ്ഞു. കൂടാതെ ഇത് ശ്രീരാമദേവന്റെ സന്തോഷവും ദീർഘായുസ്സും വർദ്ധിപ്പിക്കും എന്നും സീതാദേവി കൂട്ടിച്ചേർത്തു. ശേഷം ഹനുമാനുമായി സീതാദേവി രാജ്യസഭയിലെത്തി. അല്പം സമയത്തിനു ശേഷം തന്റെ ദേഹം മുഴുവൻ സിന്ദൂരം ചാർത്തി ഹനുമാൻ രാജ്യസഭയിൽ തിരിച്ചെത്തി. ദേഹം മുഴുവൻ സിന്ദൂരം ചാർത്തിയ ഹനുമാനെ കണ്ടപ്പോൾ സദസ്സിലുള്ളവരെല്ലാം അത്ഭുതപ്പെട്ടു. ശേഷം ഹനുമാൻ ഇപ്രകാരം ചെയ്തതിന്റെ കാരണം ശ്രീരാമൻ ആരാഞ്ഞപ്പോൾ, സീതാമാതാവിന്റെ നെറ്റിയിൽ ഒരു ചെറിയ അളവിലുള്ള സിന്ദൂരം അങ്ങയ്ക്ക് സന്തോഷവും ദീർഘായുസ്സും നൽകുമെങ്കിൽ എന്റെ ദേഹം മുഴുവനുള്ള സിന്ദൂരം അങ്ങയ്ക്ക് കൂടുതൽ സന്തോഷവും ദീർഘായുസ്സും കൊണ്ടുവരില്ലേ എന്ന് ഹനുമാൻ മറുപടി പറഞ്ഞു. ഇത് കേട്ട് ഹനുമാന്റെ ഭക്തി കണ്ട് കലങ്ങിയ കണ്ണുകളോടെ ശ്രീരാമൻ ഹനുമാനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഹനുമാനെ സിന്ദൂരത്താൽ പൂജ നടത്തുന്നവർക്ക് സന്തോഷവും സമൃദ്ധിയും ലഭിക്കും. ചൊവ്വാഴ്ചകൾ പ്രധാനമായതിനാൽ അന്ന് സിന്ദൂരം അർപ്പിക്കുന്നതിന് ഏറെ പ്രാധാന്യമുണ്ട്. ജീവിതയാത്രയിലെ തടസ്സങ്ങൾ എല്ലാം തന്നെ മാറുമെന്നും കടബാധ്യതകൾ മാറുമെന്നും ആരോഗ്യം ലഭിക്കുമെന്നുമാണ് വിശ്വാസം. അർപ്പിക്കുന്ന സിന്ദൂരം വെറ്റിലയിൽ സൂക്ഷിക്കുന്നതാണ് ഉത്തമം. സ്ത്രീകൾ സിന്ദൂരം അർപ്പിക്കാൻ പാടില്ല. പകരം ചുവന്ന പൂക്കളാണ് അർപ്പിക്കേണ്ടത്.